ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു മിനി വ്ളോഗ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഞങ്ങളിന്ന് കൊയിലാണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാത്തത് കുറച്ച് ദിവസമായി. അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് കയറാമെന്ന് കരുതി. വീട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് കയറാമെന്ന് കരുതി. ഇന്നിവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വാങ്ങാനുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പച്ചക്കറി സെക്ഷനിലേക്കാണ് പോയത്. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ എടുത്തു. ഉള്ളിക്കും തക്കാളിക്കൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളതൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ ഞാൻ ഏലക്കായും കിസ്മിസും എടുത്തു. വീട്ടിൽ തീരെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ അതെടുത്തു. പിന്നെ മോൾക്ക് നഗറ്റ്സ് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ അവളൊരു പേക്ക് അതെടുത്തു. പിന്നെ ഇൻസ്റ്റൻറ്റ് ദോശമാവ് എടുത്തു ഒന്ന്, അത് അത്താഴത്തിന് നമുക്ക് കഴിക്കാമെന്ന് കരുതി. പിന്നെ മോളൊരു ന്യൂട്രലെല്ലാം എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അവൾ കാണാനത് മാറ്റി വെച്ചു. പിന്നെ നാളെ എക്സാം ആയതുകൊണ്ട് അവൾക്ക് എന്തൊക്കെ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡേറ്റ്സിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മോഡൽ ഡേറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിലൊരു പേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നട്ട്സ് എടുത്തു, ബദാമും കേശുവും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്തു. ഞങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. നോമ്പറിൻ്റെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു. പിന്നെ എല്ലാം ചെടപെടാന്നായിരുന്നു. കുറച്ച് ബീഫ് കറി വെച്ചു, പിന്നെ കുറച്ച് ചിക്കന് പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പത്തിരി ചുട്ടെടുത്തു. പിന്നെ ഞാൻ പുറത്ത് നോക്കുമ്പോൾ നല്ല ഇടിയും മിന്നും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് നോമ്പ് തുറക്കേണ്ട ഐറ്റംസൊക്കെ റെഡിയാക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.